ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഹാർട്ട് ബ്രേക്കാണ് ഗൈസ്. ഹാർട്ട് ബ്രേക്ക്. ഞാനിപ്പോൾ സ്റ്റേജിൽ കൂടെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആധികാരികമായിട്ട് ഇതിനെ പേഴ്സണലി അവതരിപ്പിക്കാൻ പറ്റും തോന്നുന്നു ഗൈസ്. ഞാൻ പരമാവധി പേഴ്സൻറ്റേജ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കാനുള്ള ശ്രമം നടത്താം. കുറച്ച് പേഴ്സണൽ സംഗതി വരുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ചാണ് സംഭവിക്കൽ പൊതുവേ. എന്നിട്ട് ചക്രശ്വാസം വലിക്കും നമ്മൾ പറയൂലേ, കൈകാലിട്ട് അടിക്കണ ഒരവസ്ഥ. എനിക്ക് ഞാനിഷ്ടമുള്ള ആളുകൾ തിരിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് വരും തോന്നില്ല കേസ്. അത് പല കാരണം കൊണ്ടായിരിക്കും. ഞാൻ പലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലാണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഞാനങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എന്നൊരു സംഗതി. അപ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ സ്വപ്നജീവി ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമായിരിക്കും. നമ്മൾ പലതും ഇതിങ്ങനെയാണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതുകൊണ്ട്, സ്വപ്നം കാണുന്നതുകൊണ്ട് കാര്യം. പിന്നെ ഞാൻ വേറെ കുറേ വെച്ച് പ്രാക്ടിക്കലായ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരാൾ അവരുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റാൾ ഇങ്ങനെ ആയിരിക്കണം, പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചട്ടക്കൂടിൽ നിൽക്കാത്തതുകൊണ്ടും, ഞാനൊരു പോങ്ങനായതുകൊണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞ മാതിരി തീരെ നിലവാരമില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ബോധമില്ലാത്തതുകൊണ്ടോ, സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കേസ്. അപ്പോൾ എനിക്ക് എൻ്റെ റീസെൻ്റ് ഇതിൽ എനിക്ക് ചോദിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന സംഭവമാണ് വൈ, അതെന്തുകൊണ്ടാണ് റിജക്ഷൻ തന്നെ പറയാൻ പറ്റും. ഓക്കെ, റിജക്ഷൻ തന്നെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതി എന്താ വെച്ചാൽ, ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലൊന്നും. ഒരാൾ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നോ എന്ന് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന സാധനം, നമുക്കതിൽ എത്രത്തോളം പെയിൻഫുള്ളാണെന്നോ അതിലൊന്നും വലിയ കാര്യമില്ല തോന്നുന്നു. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല, എത്ര വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്, അല്ലേ. ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ കേസേ, അതായത് മറ്റേ ആൾക്ക്, അതായത് നമ്മൾ കുറേ സ്വപ്നം കണ്ടിങ്ങനെ ജീവിച്ച കുറേ സംഗതി, ഉണ്ടാക്കി വെച്ച കുറേ സംഗതികളുണ്ടല്ലോ. എനിക്ക് പലപ്പോൾ തോന്നുന്നത് വെച്ചാൽ, അവർക്ക് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ എല്ലാ ആൾക്കാരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ കൂടെ നിൽക്കാൻ പറ്റണം. അല്ലെങ്കിൽ എന്താ പറയുക, അത് നമുക്കിഷ്ടമുള്ള ഒരാൾ ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമുള്ളൊരു കാര്യം തന്നെയാണത്. അപ്പോൾ ആ സമയത്ത് പറ്റണ പോലെയൊക്കെ ഒരു പോസിറ്റീവ് വൈബ് കൊടുത്ത് കൂടെ നിൽക്കാൻ പറ്റണ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പല സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ആളെ ബ്ലോക്ക് ചെയ്യാണ്ട് കൂടെ നിൽക്കാനുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഭയങ്കര പെയിൻഫുള്ളായ ഒരു സംഗതിയാണ്. ഫോർ എക്സാമ്പിൾ ചേതൻ ഭഗത്തിൻ്റെ, എനിക്കിത് ഇപ്പോൾ എങ്ങനെ വേണമെന്ന് പറയും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കില്ല അതായത് എനിക്ക് അവർ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കണം ഞാനിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണമെന്നത്, അങ്ങനെ ഞാൻ ആലോചിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിനെ ഓവറായിട്ട് വൈകാരികമായിട്ട് എടുക്കാണ്ട് അങ്ങനെ അതായത് ഇപ്പം എങ്ങനെയാണുള്ളത്, ആളെ ബ്ലോക്ക് ചെയ്യാണ്ട്, ആളോട് അത്രയൊന്നും കൂടാണ്ട്, വൈ എന്നൊന്നും ചോദിക്കാണ്ട്, ക്ലാരിഫിക്കേഷൻ ചോദിക്കാണ്ട് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ ആലോചിക്കണം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ബേജാറത്, ഭയങ്കര പ്രശ്നമാണത്. എന്ന് വെച്ചാൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നല്ല ഒരു സംഗതി. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ബേജാറ്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകെ തിരിയും, വട്ടം നീ കറങ്ങും. കാരണം ഇത് എനിക്ക് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കോൺടാക്റ്റിലേക്ക് പലപ്പോഴും എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ഞങ്ങൾ കുറേ കാലം സംസാരിച്ച്, മണിക്കൂറുകളോളം ഞങ്ങൾ സംസാരിച്ച്, ഒരുമിച്ചിരുന്ന് പഠിച്ച്, അതായത് 2 സ്ഥലങ്ങളിലായിരിക്കും, പക്ഷേ ഒരുമിച്ച് ഫോണിൽ ഞാൻ സംസാരിക്കേണ്ട ഇടയിൽ തന്നെ പഠിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത്, അങ്ങനെയൊക്കെ അവരുടെ ലൈഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് കല്യാണം ഉറപ്പിച്ചു എന്നൊരു കാര്യം എന്നോട് വളരെ കൂളായിട്ടാണ് പറഞ്ഞു ഒരു ദിവസം. അപ്പം എനിക്ക് പെട്ടെന്ന് ശ്വാസം പിടിച്ചാൽ മുട്ടി. എന്നിട്ട് ഞാനിങ്ങനെ കരഞ്ഞ്, എനിക്ക് കരയണതിൻ്റെ ഇടയിൽ ഞാൻ ചളി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, അപ്പോൾ അവരെന്താ വെച്ചാൽ പറഞ്ഞത്, കല്യാണത്തിന് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാനതിന് വളരെ സീരിയസ്നെസ് കൊടുത്തു. അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടി പോലെ തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതിന് കാഷ്വലായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഇതെന്തായിരുന്നു വെച്ചാൽ, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നോട് ആദ്യം പറയുന്നുള്ള ഒരു സ്വാർത്ഥതയോ, അല്ലെങ്കിൽ ഒരു പിടിവാശിയോ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ അയാൾക്ക് ഇഷ്ടമാണെന്നുള്ള തോന്നൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാനിത് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കേസ്. ചിലപ്പോൾ ഞാൻ പറയുന്ന കാരണം ഒന്നും ആവില്ല അതിലുണ്ടാവുക. പക്ഷെ എന്തായാലും അവരത്, ഞങ്ങൾ സ്ഥിരം സംസാരിക്കുന്ന ആളുകളാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം അവിടെ അറിയിക്കാൻ ശ്രമിക്കുക, തിരിച്ചും അങ്ങനെ ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചില ആളുകൾ സംസാരിക്കുമല്ലേ, നമ്മൾ മുണ്ടാണ്ടിരുന്നാലും, ഫോണിൽ സംസാരിക്കുന്നതിലും മുണ്ടാണ്ടിരുന്നാലും
ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു സംസാരം, ആ ഒരു സംഗതി കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ ഉള്ള പോലെ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നത്. അപ്പം അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ കല്യാണത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല, അങ്ങനെയൊക്കെ. സോ ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ, ഞാൻ ഈ ഒരു ഇതിൻ്റെ കാര്യമില്ല പറഞ്ഞ് ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരണത്. അപ്പോൾ എൻ്റെ ഒരു ഹാർട്ട് ബ്രേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്കൊരു വലിയൊരു നോവൽ എഴുതാവുന്നൊരു സംഗതി ഉണ്ട് തോന്നുന്നു കേസ്. അപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് സംഭവിച്ചുള്ളൊരു കാര്യത്തിൻ്റെ ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നുന്ന കാര്യമുണ്ട്, ഒരാളുടെ ലൈഫിൽ നമ്മൾ ശല്യമായിട്ട് നിൽക്കരുത്. ഞാനിപ്പോൾ അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഒരാളുടെ ലൈഫിൽ ശല്യമായിട്ട് നിൽക്കരുത്, ഡ്രാമ കളിക്കാൻ നിൽക്കരുത്. അവർ ആസ് എൻ ഇൻഡിവിജ്വൽ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടായിരിക്കാം, ഇഷ്ടക്കേടുകളുണ്ടായിരിക്കാം. അവരുടെ ലൈഫിൽ അവരെടുക്കുന്ന പല തീരുമാനങ്ങളും അവരുടെ ലൈഫിൽ പോസിറ്റീവായി ആവണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ നമുക്ക് നമ്മുടേതായ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ കണ്ണുകളിൽ അവരുടെ ഒരു ഇതിലൊന്നും ഒട്ടും എത്താൻ പറ്റാത്ത, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരാളായിരിക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മളതിനെ തന്നെ അക്നോളേജ് ചെയ്യുക. അതിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടോ ഈഗോ വെച്ചിട്ടോ ഇട്ടൊന്നും ഒരു കാര്യമില്ല, ഇമോഷണലായിട്ട് എടുത്തിട്ടും കാര്യമില്ല. അത് അങ്ങനെയാണ്. എല്ലാവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇമോഷണലായിട്ട് പ്രശ്നങ്ങൾ, സൈക്കോളജിക്കലായ പ്രശ്നങ്ങൾ, ഫിസിക്കൽ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ പലതും സംഭവിക്കേണ്ടായിരിക്കാം. ഇൻ്റലക്ച്വലായ രീതിയിൽ പല പൊട്ടിത്തെറികളൊക്കെ നടക്കേണ്ടായിരിക്കാം, മെൻ്റലായിട്ടുള്ള രീതിയിലൊക്കെ. പ്രാന്ത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ച്, ആസ് എ ഹ്യൂമൻ ബീയിങ് അങ്ങനെ പലതും ഉണ്ടാവില്ല. അപ്പം ഞാൻ പല വിപ്ലവങ്ങളും ചില ആളുകളുടെ ലൈഫുണ്ടാകും. ചില ആൾക്ക് അത് പ്രോസസ് ചെയ്യുന്ന ടൈമാകും. ചില ആൾക്ക് കുറേ വർഷങ്ങളോളം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇത് പ്രോസസ് ചെയ്യാൻ പറ്റാണ്ട് കറങ്ങിയിട്ടുണ്ടാകും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ എൻ്റെ ലൈഫിലെ വലിയ ഒരു രീതിയിലുള്ള വർഷങ്ങൾ, 8-10 വർഷങ്ങൾ ഞാൻ വെറുതെ നശിപ്പിച്ച് കളഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേസ്. ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷേ അതുകൊണ്ട് എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ലൈഫിൽ ഇപ്പോൾ വേണ്ട രീതിയിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്താൽ മതി. അപ്പോൾ കാശുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ആ ടൈമിൽ. അതാണ് എൻ്റെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് കരുതുന്നത്. പക്ഷേ എൻ്റെ വർക്കുകളിലൂടെയൊക്കെ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ട്രാപ്പായിട്ട് കയറുന്ന കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ ഇമോഷണലായിട്ട് വിഷയങ്ങൾ വരുമ്പോഴേ ഭയങ്കര വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുന്ന ആളുകളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇത് ഞാൻ ഈ സംസാരിക്കുന്ന ഒരു തെറാപ്പി ആയിട്ടും കൂടിയാണ് കരുതുന്നത്. എനിക്ക് സംസാരിക്കുമ്പോൾ അതിൻ്റേതായ ഇമോഷണലായിട്ട് വിഷയങ്ങളുണ്ട്. ഞാൻ അതിനെ ഐഡ് ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, മാക്സിമം കൂളായിട്ട് നിന്നുകൊണ്ട്. അതായത് മനുഷ്യർ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാണ്ടിരിക്കുന്നത്, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊക്കെ നമ്മൾ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങളും അവരവരുടെ ചോയ്സുമാണ് അല്ലേ. അപ്പോൾ അവരുടെ തീരുമാനങ്ങളിൽ നമ്മളില്ലെങ്കിൽ, അവരുടെ ലോകത്ത് നമ്മളില്ലെങ്കിൽ, നമ്മളതിൽ ഒഫൻഡഡ് ആവേണ്ടതോ സങ്കടപ്പെടേണ്ടോ അതിലൊന്നും ഇവിടെ കാര്യമില്ല തോന്നുന്നു. ബേസിക്കലി എല്ലാവരും അവരുടേതായ രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകേണ്ട ആൾക്കാർ. എൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ഈ നോർമൽ പീപ്പിൾ പോലുള്ള ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നം. നോർമൽ പീപ്പിൾ എന്നുള്ള സീരീസുകൾ കണ്ട ആളുകൾക്ക് മനസ്സിലാവും, എനിക്കത് ഭയങ്കര പ്രശ്നമാണത്. അതായത് പല കാര്യങ്ങളും വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ, ഇപ്പോൾ ഈ എമ്പതി അത്യാവശ്യം ഉള്ള ആളുകൾക്ക് എമ്പതി കൂടിയാലും പ്രശ്നമാണ്. അത് ഭയങ്കര ടോക്സിക്കായിട്ട് മാറുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. എന്നാൽ ഈ എമ്പതിയുള്ള ആളുകൾക്ക് തോന്നുന്ന പലപ്പോഴും ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതുപോലെ ഡ്രീമേഴ്സ് കൂടിയാണ്. നമ്മൾ ഇപ്പോഴത്തതിൽ മാത്രമല്ല ജീവിക്കേണ്ടിയിരിക്കുക. നമ്മൾ പലപ്പോഴും ഇപ്പോൾ എൻ്റെ ലൈഫിലേക്ക് പലപ്പോഴും കയറി വരുന്ന ആളുകൾ എന്താ വെച്ചാൽ, അവർ ലൈഫിൽ ഏറ്റവും പോയി കിടക്കുന്ന സമയത്ത് ഒരു ആശ്വാസം ഇവിടുന്ന് കിട്ടാണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്ന ടീംസിന് എനിക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരാളോട് നമ്മൾ എത്രത്തോളം ഇഷ്ടത്തോടു കൂടി പെരുമാറുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ. പക്ഷേ അപ്പുറത്താണ് ആൾക്ക് ഒരു പക്ഷേ അത് ടോക്സിക്കായിട്ടോ അവർക്ക് താല്പര്യമില്ലാത്തൊരു സംഗതി ആയിരിക്കാം. നമ്മൾ ഓവറായിട്ടൊരു സംഗതി ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പോലെ ആയിരിക്കും അത് അല്ലേ. ഒരാൾക്ക് ബിരിയാണി ഇഷ്ടമാണെങ്കിൽ നമ്മൾ ബിരിയാണീനെ കൊടുക്കുമ്പോൾ അവർക്കത് ശ്വാസം മുട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർക്കത് ടോക്സിക്കായിട്ട് മാറുന്നുണ്ടായിരിക്കുക. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഗതി കേസ്, ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരികയാണ്. അപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തി നിൽക്കുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കംപ്ലീറ്റ് വിട്ടിട്ട് പോകാനും പറ്റില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. അതായത് അവർ അങ്ങോട്ട് കയറി സംസാരിക്കുകയാണെങ്കിൽ എന്താണ് സംസാരിക്കേണ്ടത്, ബ്ലോക്ക് ചെയ്യേണ്ടത് തോന്നുന്നു. നമ്മൾ ചെയ്യണത് ശരിയല്ല. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെങ്കിലും പറയാനൊക്കെ ഉണ്ടോ രണ്ടുപേർക്കും പ്രോഗ്രസീവായ രീതി എന്തെങ്കിലും. പക്ഷേ എനിക്കിത് ഭയങ്കര പ്രശ്നമാണ്. അതായത് നമ്മൾ കുറച്ച് ക്രിയേറ്റീവായ ഒരാൾ കൂടി ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തെ ആ കാര്യത്തെ അതുപോലെ മാത്രമല്ല കാണുന്നത്, വേറെ കുറേ കാര്യങ്ങൾ ചേർത്തിട്ടാണ്. സോ
ഇത് പുതിയൊരു കാര്യമായിരിക്കും തോന്നുന്നു ഗൈസ്. ട്രാപ്പ്ഡായി എന്നൊക്കെ നമ്മൾ തോന്നൂലേ, ഇമോഷണലി, ഫിനാൻഷ്യലി, കരിയർ വൈസ്, അതേപോലെ സമാധാനം ഇല്ലാണ്ട്, സെൽഫ് കെയർ ചെയ്യാൻ പറ്റാണ്ട്, ഇതൊക്കെ. പക്ഷേ എനിക്ക് വന്ന് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കുതിരി മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ള എനിക്കൊരു ഇതുണ്ട്. പക്ഷേ അത് ഹൗ എന്നുള്ളൊരു തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഓവറായിട്ട് ചിന്തിക്കാണ്ടിരിക്കുക. ഞാൻ എന്നോട് തന്നെ പറയുന്ന സാധനമാണ്, ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക, അതന്നെ ആലോചിച്ച് പ്രാന്താവാണ്ടിരിക്കുക, പറ്റുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുക, അതേപോലെ ഫ്രണ്ട്ലി ആയിട്ട് അപ്പുറത്തുള്ള ആളോട് സംസാരിക്കാൻ ശ്രമിക്കുക, അയാൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറയാണ്ടിരിക്കുക, വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുക, മറ്റേ ആൾക്കും നമുക്ക് ട്രോമ കൊടുക്കാണ്ടിരിക്കുക, കൂടുതൽ ട്രോമ കൊടുക്കാണ്ടിരിക്കുക, സമാധാനത്തോടെയൊക്കെ. ഇതൊക്കെ വളരെ സ്വാഭാവികമായ ഒന്നാണ് എന്ന് എടുക്കുക ഗൈസ്. ഞാൻ അറിയിക്കണത് നമ്മൾ ഇത്രയും വർഷങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പിന്നെ കുറേ ഒരു വിഷയം, അതേപോലെ കുറേ സ്വപ്നം കാണുന്നതിൻ്റെ ഒരു വിഷയമൊക്കെയാണ് തോന്നുന്നത് ഗൈസ്. എന്തായാലും എനിക്കിന്ന് മനസ്സിലായ സാധനം, എനിക്ക് പാർട്ട്ണർ സെറ്റാവില്ല, കാരണം എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. അപ്പോൾ താങ്ക് യു.